السلام عليكم ورحمة الله وبركاته. الحمد لله الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد. സുന്നത്ത് റസൂൽ ആദാബുൽ കലാം ഭാഗം 10. കഴിഞ്ഞ ക്ലാസ്സിൽ ജിദാലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നാം മനസ്സിലാക്കിയത്. അതിൽപ്പെട്ട ഒരു കാര്യം അല്പം കൂടി വിശദീകരിക്കുകയാണ്. ഏറ്റവും നല്ലതേതോ അതുകൊണ്ടായിരിക്കണം നീ തർക്കിക്കേണ്ടത് എന്ന കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ ആയത്തിനോടൊപ്പം നാം സൂചിപ്പിച്ചിരുന്നു. ഇതിന് പണ്ഡിതന്മാർ നൽകുന്ന വിശദീകരണങ്ങൾ എന്ത് എന്നതാണ് ഇന്ന് പരിശോധിക്കുന്നത്. സാധാരണഗതിയിൽ എല്ലാവരോടും ഒരേ രീതിയിൽ തർക്കിക്കണം, എല്ലാവരോടും ഒരേ രീതിയിൽ പ്രവർത്തിക്കണം. അതുപോലെ തന്നെ മറ്റു ചില പരാമർശങ്ങളിൽ എപ്പോഴും മാപ്പായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കാറുണ്ട്. എന്നാൽ അങ്ങനെയല്ല ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത്, പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളതും എന്ന കാര്യമാണ് ഇവിടെ ഉണർത്താൻ ഉദ്ദേശിക്കുന്നത്. സൂറത്തുൻ നഹ്ലിലെ 125-ാമത്തെ വചനം കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കിയതാണ്. വജാദിൽഹും ബില്ലത്തി ഹിയ അഹ്സൻ, ഏറ്റവും അഹ്സനായ നല്ലതായ കാര്യമേതോ അല്ലെങ്കിൽ മാർഗമേതോ അതുകൊണ്ട് നീ അവരോട് തർക്കിക്കുക. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ അദ്ദേഹത്തിന്റെ നൂറുൻ അല ദർബ് എന്ന പരിപാടിയിൽ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞ കാര്യത്തിൽ മൂന്നാമത്തെ കാര്യം ഇപ്രകാരമാണ്: ഏറ്റവും നല്ലതുകൊണ്ട് തർക്കത്തിലേർപ്പെടുക എന്നത് ഇതാണ് ദഅവത്തിന്റെ മാർഗങ്ങളിൽ മൂന്നാമത്തെ കാര്യം. എന്നാൽ ക്ഷണിക്കപ്പെടുന്ന ആരോടാണോ ദഅവത്ത് നടത്തുന്നത് അവൻ മുആനിദൻ മുജാദിലൻ ഫലാബുദ്ദ അൻ യുജാദല ബില്ലത്തി ഹി അഹ്സൻ, ദഅവത്ത് നടത്തപ്പെടുന്ന ആൾ ഒരു തർക്കം കാണിക്കുന്നവനും എതിര് പ്രവർത്തിക്കുന്നവനുമാണെങ്കിൽ, അതായത് സത്യം അംഗീകരിക്കാത്ത എതിരിടുന്ന നിലപാട് സ്വീകരിക്കുന്ന തർക്കിക്കുന്ന ആളാണെങ്കിൽ അവനോട് ഏറ്റവും നല്ല രീതിയിൽ മുജാദല നടത്തപ്പെടേണ്ടതുണ്ട്. അതായത് പല രീതിയിൽ. ഒന്നാമതായി തർക്കം അവതരിപ്പിക്കുന്ന രീതി നന്നായിരിക്കണം. എന്ന് പറഞ്ഞാൽ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും ഉദ്ധരിക്കപ്പെടുന്ന തെളിവുകൾ കൊണ്ടായിരിക്കണം അവനോട് തർക്കം നടത്തേണ്ടത്. അല്ലെങ്കിൽ ഖുർആനിലും ഹദീസിലും വന്നിട്ടുള്ള കാര്യങ്ങളെ ബലപ്പെടുത്തുന്ന അഖ്ലിയായ ബുദ്ധിപരമായ തെളിവുകൾ ഉപയോഗിച്ചുകൊണ്ടും, അതേപോലെ അവനെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്ന തൃപ്തികരമായ വ്യക്തമായ തെളിവുകളോട് എതിരാവുന്നതിന് സാധ്യതയില്ലാത്ത കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവനോട് തർക്കത്തിൽ ഏർപ്പെടണം. ഇതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും അദ്ദേഹത്തോട് തർക്കിച്ച ഒരു കാഫിറിന്റെയും കഥ ഖുർആൻ വിശദീകരിച്ചപ്പോൾ ഇബ്രാഹിം നബിയുടെ മറുപടി ഖുർആൻ എടുത്തു തിരിച്ചിട്ടുണ്ട്. എന്റെ റബ്ബ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവനാകുന്നു എന്ന് ഇബ്രാഹിം നബി പറഞ്ഞപ്പോൾ ഇബ്രാഹിം നബിയോട് തർക്കിച്ചവൻ പറഞ്ഞു, ഞാനും ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യും. എന്നാൽ ഇവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ തർക്കിക്കുന്നവന്റെ വാദത്തിന് മറുപടി പറയാതെ അതിൽ നിന്ന് മാറി മറ്റൊരു കാര്യം അല്ലെങ്കിൽ വേറെ നിലക്കുള്ളൊരു മറുപടിയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അയാൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്. ഫഇന്നല്ലാഹ യഅതി ബിശ്ശംസി മിനൽ മശ്രിഖി ഫഅതി ബിഹാ മിനൽ മഗ്രിബ് ഫബുഹിത്തല്ലദീ കഫർ. അല്ലാഹു സൂര്യനെ കിഴക്ക് നിന്ന് കൊണ്ടുവരുന്നവനാണ്, എന്നാൽ നീ അതിനെ പടിഞ്ഞാറ് നിന്ന് കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അതായത് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യും ഞാൻ എന്നതിന് മറുപടി പറയാതെ ഒരു മറുചോദ്യം അവിടെ കൊടുത്തു. അപ്പോൾ ഈ കാഫിർ ഉത്തരം മുട്ടുകയുണ്ടായി. ഇബ്രാഹിം നബിക്ക് മറുപടി പറയാൻ ഈ താർക്കികന് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ കൊള്ളാനും തള്ളാനും സാധ്യതയുള്ള മാർഗം സ്വീകരിക്കാതെ തർക്കിക്കുന്നവന്റെ മുതുകൊടിക്കുന്ന തരത്തിലുള്ള രീതിയാണ് സ്വീകരിക്കേണ്ടത് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഇതാണ് ഷെയ്ഖ് ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുള്ളതിന്റെ ആശയം. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ മാർഗങ്ങളൊക്കെ സ്വീകരിക്കേണ്ടതുണ്ട് എന്നതാണ്. ഇനി എല്ലാവരോടും ഒരേ രീതിയല്ല എന്നത് സൂറത്തുൽ അൻകബൂത്തിലെ 46-ാമത്തെ വചനത്തിൽ വലാ തുജാദിലു അഹ്ലൽ കിതാബി ഇല്ലാ ബില്ലത്തി ഹിയ അഹ്സൻ, അഹ്ലു കിതാബുകാരോട് നിങ്ങൾ ഏറ്റവും നല്ല രീതിയിലല്ലാതെ തർക്കിക്കരുത്, എന്നാൽ അവരിൽ നിന്ന് അക്രമം പ്രവർത്തിച്ചവരൊഴികെ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അഹ്ലു കിതാബുകാരോട് തർക്കം നടത്തുമ്പോഴും എല്ലാവരോടും ഒരേ രീതിയല്ല, അവരിൽ നിന്ന് അതിക്രമവും അനീതിയും കാണിച്ചിട്ടുള്ള ആളുകളോട് മറ്റൊരു രീതിയാണ് പുലർത്തേണ്ടത് എന്ന് ഖുർആൻ ഇവിടെ പഠിപ്പിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ മറ്റു ചില ആയത്തുകൾ കൂടി പരിശോധിച്ചു നോക്കിയാൽ സൂറത്ത് ഷൂറയിലെ 40-ാമത്തെ വചനം വജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തും മിസ്ലുഹാ ഫമൻ അഫാ വഅസ്ലഹ ഫഅജ്റുഹു അലല്ലാഹ്, തിന്മയുടെ പ്രതിഫലം എന്ന് പറയുന്നത് സയ്യിഅത്തുൻ മിസ്ലുഹാ അതുപോലുള്ള ഒരു തിന്മയാണ്. എന്നാൽ ആരെങ്കിലും മാപ്പാക്കുകയും നന്മ വരുത്തുകയും ഇസ്ലാഹ് സുൽഹ് വരുത്തുകയും ചെയ്യുന്നുവെങ്കിൽ
അവന്റെ പ്രതിഫലം അള്ളാഹുവിന്റെ മേലാകുന്നു. ഇവിടെ തിന്മക്കുള്ള പ്രതിഫലം തിന്മയാണ് എന്ന തത്വം ഖുർആൻ അംഗീകരിക്കുന്നു. സൂറത്തുൻ നഹലിലെ 126 വചനത്തിൽ മുകളിൽ പറഞ്ഞ ആയത്ത്, അതായത് എങ്ങനെ തർക്കിക്കണം എന്നത് പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുന്നത്, നിങ്ങൾ ഏറ്റവും നല്ലത് കൊണ്ടായിരിക്കണം തർക്കിക്കേണ്ടത് എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുന്നു, വൈൻ ആഖബ്തും ഫആഖിബൂ ബിമിസ്ലി മാ ഊഖിബ്തും ബിഹി. നിങ്ങൾ അങ്ങോട്ട് ഇഖാബ് ശിക്ഷാ നടപടി സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ ശിക്ഷിക്കപ്പെട്ടുവോ പീഡിപ്പിക്കപ്പെട്ടുവോ അതുപോലുള്ളത് കൊണ്ട് നിങ്ങൾ അങ്ങോട്ടും ശിക്ഷാ മാർഗങ്ങൾ സ്വീകരിക്കുക. എന്നാൽ വലഇൻ സബർത്തും ലഹുവ ഖൈറുൻ ലിസ്വാബിരീൻ, എന്നാൽ നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ ക്ഷമിക്കുന്നവർക്ക് ക്ഷമയാകുന്നു ഉത്തമമായിട്ടുള്ളത്. അപ്പൊ ക്ഷമിക്കലാണ് നല്ലത്. പക്ഷേ അങ്ങോട്ട് ശിക്ഷാ നടപടി സ്വീകരിക്കുകയാണെങ്കിൽ ഇങ്ങോട്ടെങ്ങനെയാണോ അതേപോലെ അങ്ങോട്ടും നിലപാട് സ്വീകരിക്കുക എന്ന് 125 വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഇങ്ങോട്ട് നേരിടുന്നവനെ അതേപോലെ അങ്ങോട്ട് നേരിടുക എന്ന് പറയുന്നത് അക്രമോ കുറ്റമോ അല്ല എന്നർത്ഥം. സൂറത്തുൽ ബഖറയിലെ 194 വചനത്തിൽ ഫമൻ ഇഅ്തദ അലൈക്കും, ആരെങ്കിലും നിങ്ങൾക്കുമേൽ അതിക്രമം കാണിച്ചാൽ ഫഅ്തദൂ അലൈഹി ബിമിസ്ലി മാ ഇഅ്തദ അലൈക്കും, നിങ്ങൾക്കുമേൽ അതിക്രമം പ്രവർത്തിച്ചതെന്തോ അതുപോലുള്ളതുകൊണ്ട് അവന്റെ മേൽ നിങ്ങളും അതിക്രമം കാണിക്കുക. അപ്പൊ ഇങ്ങോട്ട് അതിക്രമം കാണിച്ചാൽ അതിര് കവിഞ്ഞാൽ അങ്ങോട്ടും അവർക്ക് മേലും അതുപോലെ, ഇങ്ങോട്ടെങ്ങനെയാണോ അങ്ങോട്ടും അങ്ങനെ എന്നതാണ് സൂറത്തുൽ ബഖറയിലെ 194 വചനത്തിൽ കാണാൻ സാധിക്കുന്നത്. അതായത് ഇങ്ങോട്ട് ആക്രമിക്കുകയും ചീത്ത വിളിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്നതെല്ലാം കേട്ട് സഹിക്കണം എന്നത് ഇവിടെ പഠിപ്പിക്കുന്നില്ല എന്നർത്ഥം. ഷെയ്ഖ് മുഹമ്മദ് സാലിഹ് അൽ ഉസൈമീൻ അദ്ദേഹത്തിന്റെ മജ്മൂ ഫത്താവ വറസായിൽ 26/517 കാണാം. പിന്നീട് അവൻ വളരെ അദബോടും ഇഹ്തിറാമോടും കൂടി തർക്കത്തിൽ ഏർപ്പെടണം. എന്നിട്ട് ഉദു ഇലാ സബീൽ റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന വജാദിൽഹും ബില്ലത്തി ഹിയ അഹ്സൻ എന്ന ആയത്ത് തെളിവായി കൊടുക്കുന്നു, മുകളിൽ പറഞ്ഞ ആയത്ത്. തുടർന്ന് പറയുന്നു, ഇല്ലാ അൻ യകൂന മുആനിദൻ ലാലിമൻ ഫയുജാദലു ബിമാ യസ്തഹിഖു, എന്നാൽ തർക്കത്തിൽ ഏർപ്പെടുന്നവൻ, ഇങ്ങോട്ട് തർക്കിക്കുന്നവൻ മുആനിദോ ലാലിമോ, എതിരിടുന്നവനോ അക്രമിയോ ആണെങ്കിൽ അവൻ അർഹിക്കുന്ന രീതിയിലായിരിക്കണം അവനോട് അങ്ങോട്ട് തർക്കം നടത്തേണ്ടത്. അതിനെന്താണ് തെളിവ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു, വലാ തുജാദിലു അഹ്ലൽ കിതാബി ഇല്ലാ ബില്ലത്തി ഹിയ അഹ്സൻ ഇല്ലല്ലദീന ളലമൂ മിൻഹും, അവരോട് നിങ്ങൾ ഏറ്റവും നല്ല നിലക്ക് തർക്കം നടത്തുക, എന്നാൽ അവരിൽ നിന്ന് അക്രമം പ്രവർത്തിച്ചവരൊഴികെ. അപ്പോൾ ഇങ്ങോട്ട് ളുൽമും അതുപോലെ തന്നെ മുആനത്തും, എതിരിടുക, സത്യത്തെ എതിർക്കുക അല്ലെങ്കിൽ നേരിടുക എന്ന നിലപാട് സ്വീകരിക്കുന്നവരോട് മയത്തിന്റെ നിലപാട് സ്വീകരിക്കേണ്ടതില്ല എന്നതാണ് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പ്രതിപാദിച്ചിട്ടുള്ളത്. ഫത്താവ നൂറുൻ അല ദർബ് എന്ന പരിപാടിയിൽ അദ്ദേഹം വീണ്ടും വിശദീകരിക്കുന്നത് കാണാം. ഇതിന്റെ മുമ്പുള്ള വാചകം നേരത്തെ വായിച്ചിട്ടുണ്ട്. അൻ തകൂന മുജാദലത്തുഹു ബില്ലത്തി ഹിയ അഹ്സൻ ഇദാ കാനൽ മഖാമു യഖ്തളി ദാലിക് ഫഇൻ കാന ലാ യഖ്തളി ദാലിക ഫയുജാദലു ബിവജ്ഹിൻ ആഖർ. സന്ദർഭത്തിന്റെ താൽപര്യമനുസരിച്ചാണ് തർക്കം നടത്തേണ്ടത്. നല്ല രീതിയിൽ തർക്കം നടത്തേണ്ടതാണെങ്കിൽ അങ്ങനെ തർക്കം നടത്തണം. ഇനി അതല്ല, സന്ദർഭം അതിന് താൽപര്യപ്പെടുന്നില്ല എങ്കിൽ, അതായത് എതിരിടുന്നവൻ അതിനർഹിക്കുന്നില്ല എങ്കിൽ അവനോട് മറ്റൊരു നിലക്കാണ് തർക്കം നടത്തേണ്ടത്. തുടർന്ന് അദ്ദേഹം തെളിവായി പറഞ്ഞിട്ടുള്ളത് ഈ ആയത്താണ്, ഇല്ലല്ലദീന ളലമൂ മിൻഹും ഫജഅല ലില്ലദീന ളലമൂ മർതബതൻ ഫൗക മർതബത്തിൽ ലദീന യുജാദിലൂന ബിദൂനി ളുൽമിൻ. അക്രമം ഇല്ലാതെ തർക്കം നടത്തുന്നവനോടുള്ള മർത്തബയല്ല, അതിന്റെ മേലെയുള്ള മറ്റൊരു മർത്തബയാണ് അക്രമം നടത്തുന്നവനോടുള്ള തർക്കത്തിന്റെ മാർഗത്തിൽ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പൊ അക്രമത്തിന്റെ നിലപാട് സ്വീകരിച്ചവനോട് ഒരു മർത്തബയും അതല്ലാത്ത നിലപാട് സ്വീകരിച്ചവനോട് മറ്റൊരു മർത്തബയുമാണ് അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ളത്. എല്ലാവരോടും ഒരുപോലെയല്ല. എന്നിട്ട് ഷെയ്ഖ് വിശദീകരിക്കുന്നു, വൽ മുഹിമ്മു അന്ന ദാഇയ ഇലല്ലാഹ് ലാ ബുദ്ദ അൻ യകൂന ഇൻദഹു ഇൽമുൻ ബിഹാദിഹിൽ ഉമൂർ അല്ലതി അശർനാ ഇലൈഹ. നാം മുകളിൽ സൂചിപ്പിച്ചിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക എന്നത് ഒരു ദാഇയെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായ കാര്യമാണ്. അതായത് എപ്പോൾ ഏത് നിലപാട് സ്വീകരിക്കണം എന്ന് ദാഇക്ക് ബോധ്യമുണ്ടാകണം. എപ്പോഴും ഒരേ നിലപാടല്ല ദാഇ സ്വീകരിക്കേണ്ടത് എന്ന് തന്നെയാണ് ഇവിടെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് സൗമ്യതയുടെ നിലപാട് സ്വീകരിക്കേണ്ടവനോട് അത് സ്വീകരിക്കണം, പരുഷമായ ശൈലി സ്വീകരിക്കേണ്ടവനോട് അത് സ്വീകരിക്കണം എന്ന് അദ്ദേഹം വിശദീകരിച്ചത് കാണാം. ഇനി
നൂറുൻ അല ദർബ് എന്ന പരിപാടിയിൽ തന്നെ 2/24 ഒരാൾ റാഷിദ് ബിൻ മുഹമ്മദ് എന്ന് പറയുന്ന ഒരാൾ യമനിൽ നിന്ന് ഷെയ്ഖിനോട് ചോദിക്കുകയാണ്, ഒരാളിൽ നിന്ന് ഉണ്ടാകുന്ന മോശമായ ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു പ്രവൃത്തി അതിനോട് അങ്ങോട്ട് പ്രതികരിച്ചാൽ ഈ പ്രതികരിക്കുന്ന ആൾ യക്കൂനു ആതിമൻ, അയാൾ കുറ്റക്കാരനാകുമോ? വ മാദാ യജിബു അലൽ ഇൻസാനി ഫി ഹാദൽ മൗഖിഫ്, ഇത്തരം സന്ദർഭത്തിൽ ഒരാളുടെ മേൽ അനിവാര്യമായ മാർഗം എന്താണ്? അപ്പൊ ഇങ്ങോട്ടൊരാൾ തെറ്റായ കാര്യം ഷൈഉൻ ഖബീഹ് മിൻ ഖൗലിൻ ഔ ഫിഅലിൻ, മോശമായ ഒരു വാക്ക് അല്ലെങ്കിൽ മോശമായ ഒരു പ്രവൃത്തി ഇങ്ങോട്ട് നടത്തിയിരിക്കുന്നു. അയാളോട് അങ്ങോട്ട് ഏതൊരു നിലപാട് സ്വീകരിക്കണം? അവനോട് അതേ രീതിയിൽ പ്രതികരിച്ചാൽ പ്രതികരിക്കുന്നവൻ കുറ്റക്കാരനാണോ അല്ലേ? അതിന് ശൈഖ് നൽകുന്ന മറുപടി, ഇദാ റദ്ദൽ ഇൻസാനു അലാ മൻ ളലമഹു ബിമിസ്ലി മദ്ലമതിഹി ഫഇന്നഹു ലാ യകൂനു ആതിമൻ ബൽ ഹുവ ആദിൽ. ഒരു മനുഷ്യൻ തന്നോട് ഇങ്ങോട്ട് കാണിച്ച അക്രമം എന്താണോ അതിനോട് അതേ രീതിയിൽ പ്രതികരിക്കുകയാണെങ്കിൽ ഒരിക്കലും അവൻ കുറ്റക്കാരനാവുകയില്ല എന്ന് മാത്രമല്ല, അവൻ നീതി പ്രവർത്തിച്ചവനാകുന്നു. എന്നിട്ട് അദ്ദേഹം തെളിവ് പറയുന്നു, മുകളിൽ ഞാൻ പറഞ്ഞിട്ടുള്ള 3 ആയത്തുകൾ. വജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തുൻ മിസ്ലുഹാ, തിന്മക്കുള്ള പ്രതിഫലം അതുപോലുള്ള തിന്മയാണ്. വൈൻ ആഖബ്തും ഫആഖിബു ബിമിസ്ലി മാ ഊഖിബ്തും ബിഹി, നിങ്ങൾ ശിക്ഷാ നടപടി സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങളെ ഇങ്ങോട്ട് എങ്ങനെ ഏതുകൊണ്ട് ശിക്ഷിക്കപ്പെട്ടുവോ അതുപോലുള്ളത് കൊണ്ട് നിങ്ങൾ അങ്ങോട്ടും നിലപാട് സ്വീകരിക്കുക. ഫമൻ ഇഅ്തദ അലൈക്കും ഫഅ്തദു അലൈഹി ബിമിസ്ലി മാ ഇഅ്തദ അലൈക്കും, നിങ്ങൾക്കുമേൽ ആരെങ്കിലും അതിര് കവിയുകയാണെങ്കിൽ ഇങ്ങോട്ട് എങ്ങനെയാണോ നിങ്ങൾക്കുമേൽ അതിര് കവിഞ്ഞത് അതുപോലെ അവർക്ക് നേരെയും നിങ്ങൾ നിലപാട് സ്വീകരിക്കുക. ഈ 3 ആയത്തുകൾ വെച്ചുകൊണ്ടാണ് ഇങ്ങോട്ട് പ്രതികരിച്ചവരോട് അതേ രീതിയിൽ പ്രതികരിക്കുക എന്നത് കുറ്റമല്ല എന്ന് ശൈഖ് പറഞ്ഞിട്ടുള്ളത്. തുടർന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു, വലാകിൻ അൽ അഫ്ളൽ അൽ അഫ്വ് വസ്സഫ്, എന്നാൽ ശ്രേഷ്ഠമായത് മാപ്പാക്കുക, വിട്ടുവീഴ്ച ചെയ്യുക എന്നതാണ്. ഇദാകാന സാഹിബു അഹ്ലൻ ലിദാലിക, ഈ മറുഭാഗത്തുള്ളവൻ മാപ്പിനും വിട്ടുവീഴ്ചക്കും അർഹനാണെങ്കിൽ. തുടർന്ന് അദ്ദേഹം ഫമൻ അഫാ വ അസ്ലഹ ഫഅജ്റുഹു അലല്ലാഹ് എന്ന സൂറത്ത് ശൂറയിലെ ആയത്ത് കൂടി വിശദീകരിച്ചത് കാണാം. മാപ്പാക്കുക എന്ന് പറഞ്ഞിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ഒരു നിബന്ധന വെച്ചിട്ടുണ്ട്. ആ നിബന്ധന എന്താണ്? അഫ്വ് മാത്രമല്ല, അഫ്വ് നടത്തുന്നത് ഇസ്ലാഹിന് കൂടിയായിരിക്കണം. എന്നിട്ട് അദ്ദേഹം പറയുന്നു, മറുപക്ഷത്തുള്ള ആള് ബിഅൻകാന ശരീറൻ മുതഅദ്ദിയൻ അലൽ ഖൽഖി, മറുപക്ഷത്തുള്ളവൻ ആളുകളോട് അതിര് കവിയുന്ന തനി ദുഷ്ടനായ ഒരുത്തനാണെങ്കിൽ, ലൗ അന്നഹു അഫാ അൻഹു, അങ്ങനെയുള്ള ഒരാൾക്ക് വിട്ടുവീഴ്ച ചെയ്താൽ ലദഹബ യദ്ലിമു ആഖർ, അയാൾക്ക് വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് യാതൊരു ഫലവും ഉണ്ടാവുകയില്ല. അവൻ പിന്നെയും പോകും, പോയിട്ട് വേറൊരാളെ അവൻ ആക്രമിക്കും. അപ്പൊ ഈ വിട്ടുവീഴ്ച ചെയ്തതുകൊണ്ട് ഇവിടെ എന്താണ് ഉണ്ടാകുന്നത്? അവന് മറ്റൊരുത്തനെ ആക്രമിക്കാനുള്ള ഒരു പ്രചോദനം ഉണ്ടായി എന്നല്ലാതെ ഇതിലൂടെ ഒരു ഇസ്ലാഹും ഉണ്ടായിത്തീരുന്നില്ല. ഫൈനൽ അഫ്ളല അല്ലാ യഅഫു അൻഹു, ഇത്തരം സന്ദർഭത്തിൽ മാപ്പാക്കാതിരിക്കുക എന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. ബൽ ലഹു അൻ യഅഖുദ ബിഹഖിഹി ബൽ അഖ്ദുഹു ബിഹഖിഹി അഫ്ളൽ, മാത്രമല്ല അവന് അവന്റെ ഹക്കെന്താണോ അത് സ്വീകരിക്കാൻ അവകാശമുണ്ട്. മാത്രമല്ല താൻ തന്റെ ഹക്കെടുക്കുക എന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പാക്കുക എന്ന് പറഞ്ഞതിനോടൊപ്പം ഒരു ഉപാധി വെച്ചിട്ടുണ്ട്, അൻ യകൂന ഇസ്ലാഹൻ, മാപ്പ് ഇസ്ലാഹാവുക എന്നതാണ്. അതായത് മാപ്പിലൂടെ ഇസ്ലാഹ് ഉണ്ടാകണം. വഹീന ഇദിൻ ലാ യകൂനുൽ അഫ്വു മുത്ലഖൻ അഫ്ളലു മിനൽ മുആഖദ, ശിക്ഷാ നടപടി സ്വീകരിക്കുന്നതിനേക്കാൾ മൊത്തത്തിൽ ശ്രേഷ്ഠമാവുകയില്ല മാപ്പാക്കുക എന്നത് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ. ബൽ ഹുവ മശ്റൂത്തുൻ ബിഹാദ ശർത്ത്, മറിച്ച് ഈ ഒരു നിബന്ധന അവിടെ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് എന്നർത്ഥം. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ സന്ദർഭത്തിനും അനുയോജ്യമായ രീതിയിലാണ് പെരുമാറേണ്ടത്. തുടർന്ന് അദ്ദേഹം വിശദീകരിക്കുന്നത്, ഒരു വാഹന ആക്സിഡന്റ് ഉണ്ടായി. അപ്പോൾ ചില ആളുകൾ കാണാം, പെട്ടെന്ന് പോയി ആക്സിഡന്റ് നടത്തിയവന് മാപ്പ് കൊടുക്കും, മാപ്പാക്കുന്നു, അവൻ ദിയത്ത് നഷ്ടപരിഹാരം നൽകേണ്ടതില്ല. കാരണം മാപ്പലാക്കലാണല്ലോ ഖൈർ എന്നുള്ള നിലക്ക്. ഇവിടെ ശൈഖ് വിശദീകരിക്കുന്നത്, അങ്ങനെ പോയി പെട്ടെന്ന് മാപ്പാക്കേണ്ടതില്ല, അവൻ ദിയത്ത് നഷ്ടപരിഹാരം നൽകേണ്ടതില്ല എന്ന് പറയേണ്ടതില്ല. മറിച്ച് നോക്കണം, ഇവൻ ആരാണ്? അപകടം വരുത്തിയവൻ അവനിൽ നിന്ന് അബദ്ധത്താൽ വന്നതാണോ, അതല്ലെങ്കിൽ ആര് പറയുന്നതും സ്വീകരിക്കാത്ത, ആളുകൾക്ക് അപകടമുണ്ടാകുന്നതിന് വിലവെക്കാത്ത, ഒരാൾക്ക് അപകടം വരുത്തിയാൽ അതിനെ ഗൗനിക്കാത്ത തരത്തിലുള്ള ആളാണോ അല്ലേ എന്ന് പരിശോധിക്കണം. അങ്ങനെ പരിശോധിച്ച് ഈ 2 പേരിൽ
രണ്ടാമത് പറഞ്ഞിട്ടുള്ള വീഴ്ചയാൽ സൂക്ഷ്മത പുലർത്തുകയും എന്നിട്ട് അള്ളാഹുവിന്റെ ഖദറനുസരിച്ച് മാത്രം തന്റെ പക്കലുള്ള കുറ്റമില്ലാതെ ആണ് ഒരാളിൽ നിന്ന് അപകടമുണ്ടായിട്ടുള്ളത് എങ്കിൽ അയാൾക്ക് മാപ്പ് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഒന്നാമത്തെ ആളോ അവൻ ദാർഢ്യക്കാരനാണ്, കുറ്റം ചെയ്യുന്നതിൽ സങ്കടമില്ലാത്തവനാണ്, ആളുകൾ അപകടം വരുത്തുന്നതിൽ യാതൊരു ഒന്നും ഗൗനിക്കാത്തവനാണ് എങ്കിൽ അവനോട് മാപ്പാക്കുകയല്ല ചെയ്യേണ്ടത് എന്നതാകുന്നു അദ്ദേഹം വിശദീകരിക്കുന്നത്. തുടർന്ന് അദ്ദേഹം വീണ്ടും പറയുന്നു, ഒരാൾ കുറ്റകരമായ നിലപാട് സ്വീകരിക്കാതെ അള്ളാഹുവിന്റെ ഖദറനുസരിച്ച് മാത്രം ഒരു അപകടമുണ്ടായി, അയാളുടെ പക്കൽ നിന്ന് ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല എങ്കിൽ പോലും അയാൾക്ക് മാപ്പ് കൊടുക്കണോ വേണ്ടേ എന്നത് വീണ്ടും പരിശോധിക്കണം. കാരണം ഒരുപക്ഷെ ഈ മരിച്ച വ്യക്തി കടക്കാരനായിരിക്കും, അയാളുടെ കടം വീട്ടേണ്ടതുണ്ട്. ആ കടം വീട്ടുക എന്ന് പറയുന്നത് മാപ്പാക്കുക എന്ന സുന്നത്തിനേക്കാൾ നിർബന്ധമായ കാര്യമാണ്. ഈ നഷ്ടപരിഹാര തുക കിട്ടിയാൽ മരിച്ച വ്യക്തിയുടെ കടം വീട്ടാം. അപ്പോൾ ഇവിടെ കടം വീട്ടാൻ വേണ്ടി ഈ കാര്യം ഉപയോഗപ്പെടുത്താതെ മാപ്പാക്കുക എന്ന സുന്നത്തിനെ സ്വീകരിക്കുമ്പോൾ ഇവിടെ കടം വീട്ടുക എന്ന നിർബന്ധത്തെയാണ് ഒഴിവാക്കുന്നത്. അപ്പോൾ അവിടെയും മാപ്പാക്കുന്നതിനേക്കാൾ നല്ലത് അയാളിൽ നിന്ന് ദിയത്ത്, ഈ കൊല്ലപ്പെട്ടവന്റെ രക്തത്തിനുള്ള പരിഹാര തുക സ്വീകരിക്കുക എന്നതാണ് എന്നുകൂടി ഷെയ്ഖ് വ്യക്തമാക്കിയത് കാണാൻ സാധിക്കും. ഇവിടെ ഈ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാകുന്നത്, എല്ലാ സമയത്തും മാപ്പും വിട്ടുവീഴ്ചയും കാണിച്ച് ആ നിലപാട് സ്വീകരിക്കുക എന്നത് മാത്രമേ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളൂ. അതിനപ്പുറത്തേക്ക് തർക്കത്തിലോ അല്ലെങ്കിൽ ഖണ്ഡനങ്ങളിലോ മറ്റൊരു ശൈലി സ്വീകരിക്കുന്നവൻ അവനൊരിക്കലും നല്ല നിലപാട് സ്വീകരിക്കാത്ത പാപിയായ കുറ്റക്കാരനായ ആളാണ് എന്ന് അധിക്ഷേപിക്കാൻ വകുപ്പില്ല എന്നതാണ്. ഇവിടെ ഒരു കാര്യം കൂടി പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. ശിക്ഷാ നടപടി സ്വീകരിക്കുക എന്ന് പറയുന്നത് വ്യക്തിയോട് നടപ്പാക്കേണ്ടതല്ല. മറിച്ച് സർക്കാരും ഭരണകൂടങ്ങളും നിയമവ്യവസ്ഥകളും ഉണ്ടെങ്കിൽ ആ മാർഗങ്ങൾ അവർ സ്വീകരിച്ചുകൊള്ളും. പക്ഷേ അത്തരമൊരു നിലപാട് സ്വീകരിക്കണമോ അതല്ല മാപ്പാക്കണമോ എന്ന് ഇസ്ലാം കൊടുത്തിട്ടുള്ള അധികാരം വ്യക്തിക്കാണ്. ആക്രമിക്കപ്പെട്ട വ്യക്തിയാണ് പറയേണ്ടത് മാപ്പ് കൊടുക്കേണ്ടതുണ്ടോ, കൊല്ലപ്പെട്ടവന്റെ കുടുംബമാണ് പറയേണ്ടത് മാപ്പാക്കേണ്ടതുണ്ടോ ഇല്ലേ എന്നുള്ളത്. ആ അധികാരം ഇവർക്കാണ്, നടപ്പിലാക്കേണ്ടത് കോടതിയാണ്. വ്യക്തി നിയമങ്ങൾ കയ്യിലെടുക്കാൻ പാടില്ല എന്നത് ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി വാക്കിലൂടെയുള്ള തർക്കങ്ങളാണെങ്കിൽ അതിനെപ്പറ്റിയുള്ള വശങ്ങളും മുകളിൽ നാം മനസ്സിലാക്കുകയുണ്ടായി. മൂന്നാമത്തെ കാര്യം, വിശുദ്ധ ഖുർആൻ ഈ കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത് ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സൻ അസ്സയ്യിഅ, നീ തിന്മയെ ഏറ്റവും നല്ലതായ മാർഗത്തിലൂടെ പ്രതിരോധിക്കുക. തിന്മയെ പ്രതിരോധിക്കേണ്ടത് ഏറ്റവും നല്ലതുകൊണ്ടാണ്. സൂറത്തുൽ മുഅ്മിനൂൻ 96-ാമത്തെ വചനം. സൂറത്ത് ഫുസ്സിലത്ത് 34-ാമത്തെ വചനത്തിൽ വലാ തസ്തവിൽ ഹസനത്തു വല സയ്യിഅത്തു ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സൻ, നന്മയും തിന്മയും സമമാവുകയില്ല, നീ ഏറ്റവും നല്ലതേതോ അതുകൊണ്ട് തിന്മയെ തടുക്കുക എന്ന് അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു. അപ്പൊ നന്മ തിന്മ രണ്ടും രണ്ടാണ്, രണ്ടും ഒന്നല്ല. തിന്മയെ തടുക്കേണ്ടത് ഏറ്റവും നല്ലതേതോ അതുകൊണ്ടാണ്. ഷെയ്ഖ് മുഹമ്മദ് സാലിഹ് അൽ ഉസൈമീൻ അദ്ദേഹത്തിന്റെ മജ്മൂ ഫത്താവ വറസായിൽ 8-ാം വാള്യം 672-ാമത്തെ പേജിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ് മാപ്പാക്കാൻ, പ്രതികാര നടപടി സ്വീകരിക്കാൻ കഴിവുള്ളപ്പോൾ മാപ്പ് നൽകുക എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഒരു ഷർത്തുണ്ട്. ആ ഷർത്ത് എന്താണ്? മാപ്പ് ഇസ്ലാഹോടുകൂടിയായിരിക്കണം. മാപ്പിന്റെ കൂടെ ഇസാഅത്ത്, ഇസ്ലാഹ് വരുത്തുന്നതിന് പകരം ഇസാഅത്ത്, തിന്മ വരുത്തുക എന്നതാണ് ഉണ്ടാകുന്നത് എങ്കിൽ അവിടെ അത്തരം ആളുകൾ ഈ വിഷയത്തിൽ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല. കാരണം ഖുർആൻ വെച്ചിട്ടുള്ള ഉപാധി ഫമൻ അഫാ വ അസ്ലഹ, ആരെങ്കിലും മാപ്പാക്കുകയും വ അസ്ലഹ, ഇസ്ലാഹ് വരുത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നാണ്. അതായത് മാപ്പിൽ ഇസ്ലാഹ് ഉണ്ടായിരിക്കണം. ഇനി മാപ്പാക്കുക എന്നതിൽ ഇസാഅത്ത്, തിന്മ വരുത്തലാണ് ഉണ്ടാകുന്നതെങ്കിൽ, അല്ലെങ്കിൽ അതൊരു തിന്മക്ക് കാരണമാകുന്നുവെങ്കിൽ ഫഹുനാ നഖൂലു ലാ തഅഫു, ഇവിടെ നമുക്ക് പറയാനുള്ളത് നീ മാപ്പാക്കരുത് എന്നതാണ്. ഏതുപോലെ ഒരാൾ ഒരു പാപിക്ക് മാപ്പ് നൽകുന്നു, ഈ മാപ്പ് പാപിക്ക് പാപത്തിൽ ഉറച്ചു നിൽക്കാൻ കാരണമായിത്തീരുന്നു എങ്കിൽ ഫതർക്കുൽ അഫ്വി ഹുന അഫ്ളൽ, മാപ്പാക്കാതെ മാപ്പിനെ ഒഴിവാക്കുക എന്നതാണ് ഇവിടെ ശ്രേഷ്ഠമായിട്ടുള്ളത്, അഫ്ളലായിട്ടുള്ളത്. വറുബമ യജിബു തർക്കുൽ അഫ്വി ഹീനഇദിൻ, ചിലപ്പോൾ മാപ്പ് ഒഴിവാക്കുക എന്നത് ഇവിടെ നിർബന്ധവുമാവും. വദാലിക ലി ഇളമി ഹഖിഹിമ, അതായത് സാഹചര്യമനുസരിച്ച് രണ്ടുമാകാം. പക്ഷേ ഇവിടെ പാപി ആണ്
പാപത്തിൽ ഉറച്ചു നിൽക്കാനാണ് ഒരാൾക്ക് ഇത് പ്രേരണ നൽകുന്നതെങ്കിൽ അവിടെ മാപ്പ് കൊടുക്കാതിരിക്കലാണ് ശ്രേഷ്ഠം എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. മജ്മൂ ഫത്താവ വറസായിൽ ഷെയ്ഖ് മുഹമ്മദ് സാലിഹ് അൽ ഉസൈമിന്റെ 26-ാം വാള്യം 499-ാമത്തെ പേജിൽ അദ്ദേഹം പറയുന്നു, ഇവിടെ മറ്റൊരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം എന്താണ്? ഒരു പാപിക്ക് മാപ്പ് നൽകുക എന്നത് എപ്പോഴും പെടാവുന്ന അല്ലെങ്കിൽ കൽപ്പിക്കപ്പെട്ട ഒരു കാര്യമാണോ? അല്ല എന്നത്. മുകളിൽ പറഞ്ഞതുപോലുള്ള കാര്യങ്ങൾ ഇവിടെയും ഷെയ്ഖ് വിശദീകരിച്ചതും സൂറത്ത് ശൂറയിലെ 40-ാമത്തെ വചനം തെളിവാക്കിയതും നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വഹൽ യുംകിനു അൻ യകൂനൽ അഫ്വു ഗൈറ ഇസ്ലാഹ്, മാപ്പാക്കുക എന്നത് ഇസ്ലാഹ് അല്ലാതെ വരുമോ എപ്പോഴെങ്കിലും? ഷെയ്ഖിന്റെ തന്നെ മറുപടി, അതെ, അങ്ങനെ വരാം. قد يكون هذا الذي اجترى عليك وجنى عليك رجل شرير معروف بالشر والفساد فلو عفوت عنه لتمادى في شره وفساده فما هو الافضل حينئذ ان نعفو ان ناخذ بالجريمه. ഒരാൾ അയാൾ നിനക്കെതിരിൽ അവൻ കുറ്റം ചെയ്തിട്ടുണ്ട്, അവൻ ദുഷ്ടനും അതുപോലെ തന്നെ ഷെറ് കൊണ്ടും ഫസാദ് കൊണ്ടും അറിയപ്പെട്ട ആളുമാണ്. അവന് നീ മാപ്പാക്കുകയാണെങ്കിൽ അവൻ അവന്റെ ഷെറിലും ഫസാദിലും ഉറച്ചു നിൽക്കും. അത്തരം സന്ദർഭത്തിൽ എന്താണ് ശ്രേഷ്ഠമായിട്ടുള്ളത്? മാപ്പാക്കലാണോ അതല്ല അവനോട് പ്രതികാര നടപടി സ്വീകരിക്കലാണോ? അൽ അഫ്ളലു അൻ നഅഖുദ ബിൽ ജരീമ. ഇവിടെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് മാപ്പാക്കലല്ല, അവനോട് കുറ്റത്തിന് അവനെ ശിക്ഷിക്കലാകുന്നു എന്നതാണ്. കാരണം അവനെ ശിക്ഷിക്കുന്നതിലാണ് ഇസ്ലാഹുള്ളത്. എന്നിട്ട് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയുടെ വാചകം അദ്ദേഹം ഉദ്ധരിക്കുന്നു, അൽ ഇസ്ലാഹു വാജിബ്, ഇസ്ലാഹ് വരുത്തുക എന്ന് പറയുന്നത് നിർബന്ധമായ കാര്യമാണ്. വൽ അഫു മന്ദൂബുൻ, മാപ്പാക്കുക എന്ന് പറയുന്നത് പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമാണ്. അപ്പൊ പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യത്തേക്കാൾ നടപ്പിലാക്കേണ്ടത് അനിവാര്യമായ കാര്യമാകുന്നു എന്നർത്ഥം. തുടർന്ന് വീണ്ടും ഈ കാര്യങ്ങൾ ഷെയ്ഖ് ആക്സിഡന്റിന്റെയും മറ്റും കാര്യങ്ങൾ പറഞ്ഞ് വിശദീകരിച്ചത്, അതുപോലെ തന്നെ കൊലപാതകത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വിശദീകരിച്ചത് കാണാൻ സാധിക്കും. ഇതെല്ലാം ബോധ്യപ്പെടുത്തുന്നത് ഈ ഒരു കാര്യമാണ്. മറ്റൊരു സ്ഥലത്ത്, 2 സ്ഥലങ്ങളിൽ ഖുർആൻ ബില്ലത്തി ഹിയ അഹ്സൻ എന്ന കാര്യം ഉപയോഗിച്ചിട്ടുണ്ട്. അത് സൂറത്തുൽ അൻആമിലെ 152-ാമത്തെ വചനവും സൂറത്തുൽ ഇസ്രായിലെ 34-ാമത്തെ വചനവുമാണ്. വലാ തഖ്റബു മാലൽ യതീം ഇല്ലാ ബില്ലത്തി ഹിയ അഹ്സൻ. യതീമിന്റെ സമ്പത്തിനോട് നിങ്ങൾ പെരുമാറാൻ പാടില്ല ഏറ്റവും ശരിയായ നല്ലതായ മാർഗത്തിലൂടെയല്ലാതെ. ഇവിടെയും ഖുർആൻ ഉദ്ദേശിച്ചിട്ടുള്ളത് യതീമിന്റെ സമ്പത്തിന് ഗുണകരമായ കാര്യമേതോ, ഏറ്റവും ഗുണകരമായതേതോ അതാകുന്നു അവന്റെ സ്വത്തിന്റെ ഇടപാടുകളിൽ സ്വീകരിക്കേണ്ടുന്ന നിലപാട്. ഗുണകരമായത് എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായ അഭിവൃദ്ധി മാത്രമല്ല. ഷെയ്ഖ് മുഹമ്മദ് സാലിഹ് അൽ ഉസൈമീൻ ഈ കാര്യം വിശദീകരിച്ചത് കാണാം. ഒന്ന് ഗുണകരമായതുണ്ടാകും, മറ്റൊന്ന് മോശമായതുണ്ടാകും, ഗുണവും ദോഷവുമല്ലാത്തതുണ്ടാകും, ഏറ്റവും ഗുണകരമായതുണ്ടാകും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടാകും. അതിൽ സ്വീകരിക്കേണ്ടത് അവന്റെ സ്വത്തിന് ഏറ്റവും ഗുണകരമായ കാര്യമേതോ അതാണ്. ഉദാഹരണ സഹിതം ആ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് സമയക്കുറവുകൊണ്ട് ഇവിടെ പ്രതിപാദിക്കുന്നില്ല എന്ന് മാത്രം. ഒരുപക്ഷെ ആ പൈസ ഒരു ഇടപാടിന് കൊടുക്കുന്നു, അതിലൂടെ വലിയ ലാഭം കിട്ടാം. വേറൊരു ഇടപാടിന് കൊടുക്കുന്നു, അതിൽ ചെറിയ ലാഭമേ കിട്ടുന്നുള്ളൂ. പക്ഷേ ഒന്നാമത്തെ ഇടപാട് കൂടുതൽ ലാഭം കിട്ടുന്നത് പലിശയുമായി ബന്ധപ്പെട്ടതോ തെറ്റായ കച്ചവടമാണ് എങ്കിൽ ഈ യതീമിന്റെ സ്വത്തിന് കൂടുതൽ സാമ്പത്തികമായി ഗുണകരമാകും എന്നതുകൊണ്ട് അത് സ്വീകരിക്കാൻ പാടുണ്ടോ? പാടില്ല. അവിടെ സ്വീകരിക്കേണ്ടത് ലാഭം കുറഞ്ഞാലും ഹലാലായ കച്ചവടത്തിൽ ഇടപാടിൽ ഉപയോഗിക്കുക എന്നതാണ്. ഇങ്ങനെയുള്ള പല ഉദാഹരണങ്ങളിലൂടെയും ഷെയ്ഖ് അത് വിശദീകരിച്ചത് കാണാം. അല്പം ദീർഘിച്ചു പോയി. ഇവിടെ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് എല്ലാവരോടും ഒരേ നിലപാട് സ്വീകരിക്കുക എന്നതല്ല. ഓരോ സന്ദർഭത്തിലും ഏറ്റവും ഗുണകരമാകുന്ന രീതി ഏതാണോ അതാണ്. ചിലപ്പോൾ മാപ്പാക്കലായിരിക്കാം ഗുണകരം, ചിലപ്പോൾ മാപ്പ് ഒഴിവാക്കലായിരിക്കാം ഗുണകരം എന്നതാണ് പറഞ്ഞതിന്റെ ചുരുക്കം. അതുപോലെ തന്നെ ഏറ്റവും നല്ല രീതി എന്നത് എപ്പോഴും മയപ്പെടുത്തി എളിമയുടെ അല്ലെങ്കിൽ വിട്ടുവീഴ്ചയുടെ നിലപാട് സ്വീകരിക്കുക എന്നതുമല്ല. അത് സംസാരത്തിലാണെങ്കിലും ഇത്തരം എതിരിടുന്ന ആളുകളോടുള്ള നിലപാടുകളിലാണെങ്കിലും